ഗൈസ് അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ഇതാ തിരിച്ചെത്തി നമ്മൾ ഒമ്മായ ആബുജിയെ മീറ്റ് ചെയ്ത് പിന്നെ ദാ നമ്മുടെ കുഞ്ഞി എല്ലും കഷ്ണം കടിച്ചോണ്ടിരിക്കുന്നത് അവനൊരു മൈൻഡ് ഇല്ല കേട്ടോ. അപ്പോൾ ഒമ്മ പറഞ്ഞു നമ്മൾ സേഫായിട്ട് എത്തിയതല്ലേ, അപ്പോൾ വന്ന് കയറിയ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 아버지 하나님 감사합니다. 우리 저기 니사 또 우리 경덕이 케랄라에서 잘 다녀오게 해주셔서 감사합니다. 우리 케랄라에 있는 모든 형제자매를 축복합니다. 이곳에 잘 오게 해주셔서 감사합니다. 아버지 예수님 이름으로 기도드렸습니다. ആമേൻ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പീച്ചിൻ്റെ സീസൺ ആയിട്ടുണ്ട്. അങ്ങനെ ഉമ്മ നമുക്ക് തരാൻ വേണ്ടി പീച്ചും അതേപോലെ തന്നെ മുന്തിരി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒപ്പ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മാങ്ങയിൽ നല്ല ടേസ്റ്റുള്ള കഴിക്കാൻ പറ്റാത്ത കാരണം ഭയങ്കര വിഷമത്തിലാണ് തിരിച്ചു വന്നത്. 오늘 끝났어요. 어제 끝났어요. 이거는 우리 케랄라잖아요. 그래서 여기 트리완드럼에서 우리가 이 코치 위에 있는 도시까지 왔어. 거기다가 구아원이 있는 거예요. 거기까지 갔어요. 여기서 이 구아원 있는 까지 가는 거 12시간 30분 걸렸어요. 차로. 아니 밤새 다 알루가 운전했던 거야. 밤새 다. 여기 도착했다가 우리가 저기 좀 더 위에 가면 그 오빠가 좋아하는 견지가 좀 도시 있는데 9시간 걸리는 거예요. 아마. 그럼 폭포는 어디 있는 거야? 그 폭포는? 폭포는 이쪽에 여기 이쪽에. 첸나이 쪽으로? 이쪽에 있었어요. 폭포가 큰 폭포가 여기 그래도 있었고. 폭포 괜찮더라 그래도? 멋있더라. 근데 오빠는 걸을 때 담이 나니까. 뭐. 근데 엄마 그래서 알루가 계속 얘기를 하는 거야. 엄마라면 진짜 그냥 말을 우리가 서로 조금 대화가 안 돼도 엄마가 이거 뭐야 이렇게 물어보는 그런 거 좋아하는 것 같다. 근데 오빠한테 오빠 이거 보세요라고 오빠 이거 집지가 계속 자 앞에서 어떻게 했다고 어떻게 했어? 아니 그래서 폭포가 제주도 폭포보다 멋있는 거야? 오빠 제 폭포에 어땠어? 제주도 폭포는 이용하지. 우리 많은 우중이에요. 많은 우중 사는 거예요. 제주도 폭포는. 폭포가 영어로 뭐지? 폴. 와터폴. 워터폴 최고. 케랄라 워터폴 최고. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ പെട്ടി തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൽ നമ്മൾ കൊണ്ടുവന്ന അത്ര നമ്മളെ കഴുകാനുള്ള ഡ്രസ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒപ്പ യോറോ ചൂസ് ചെയ്യാം ഒപ്പ. 자 그러면 먼저 이거부터. 아니 맞춤이. 이거 진짜 나 깜짝 엄마도 보면 깜짝 놀랄 거야. ഗൈസ് ഇത് കണ്ടിട്ട് ഒപ്പ ഞെട്ടിപ്പോയിട്ട് ഇതെന്താണ് സംഭവം. ഇത് നമ്മുടെ ചെരവയാട്ടോ. 이거는 엄마 코코넛 있잖아. 이렇게 하는 거야. 안쪽에서 가는 거였어. 나 ഒരു ചെരവ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. 자 요거는 우리 내가 이거 우리 구독자가 선물 구독자가 이렇게 നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് തന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം. 편집했어. 이건 빨래. ഇതൊരു ഒപ്പപ്പല്ലേ. 빨래고. പിന്നെ ദാണ്ടെ ഈ കുറച്ച് സ്നാക്സുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇടിയിറച്ചി, പിന്നെ പുളിയിഞ്ചി, ഇഞ്ചിക്കറി, ബീഫ്, ശർക്കര കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അരി റൈസ്, നമ്മുടെ ബസ്മതി റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 이것도 빨래인가? 그럴 수도 있어. 아니다. 아니구나. പിന്നെ നമ്മുടെ ബനാന ചിപ്സ്, പിന്നെ അവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മസാല പൊടികൾ ഞാൻ കൊണ്ടുവന്നിട്ട് കേട്ടോ. മീൻ പൊരിച്ചതും കൊണ്ടുവന്നേ ഗൈസ് ഞാൻ ഇപ്രാവശ്യം. ചൂരമീൻ പൊരിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാക്കറ്റിൽ ഉള്ള കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ചാളല്ല നെത്തോലി മീൻ പൊരിച്ചത് അങ്ങനെയുള്ള ഇത്. പിന്നെ നമ്മുടെ കോഫി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒപ്പാടെ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ ഒപ്പ. നമ്മുടെ കൊഞ്ചുപൊടി. 이것도 구독자 선물. 다른 구독자 선물. 이거 엄마 선물이에요. 그거. 엄마 선물이야? 그거 엄마 선물이에요. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒമ്മാക്ക് തന്നു വിട്ടതാണ്.
ഖത്തും ഉണ്ട് കേട്ടോ. ഖത്തും ഉണ്ട് കേട്ടോ. 땡큐. 감사합니다. 뭐지? 케라라는? 땡큐. 케랄라 전등 그거예요, 엄마. 옷 같은 거. 또 하나 있고 아버지 또 하나 있어요. 그냥 약간 이런 식으로. 와, 뭐가 많네. 엄청. ഇതിനകത്ത് എൻ്റെ കഴുകാനുള്ള ഡ്രസ്സ്. 빨래. ഫിഷ് കറിയും 아이고. ഞാൻ മട്ട റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 5kg. 5kg 라이스. ഇത് അച്ചാറാട്ടോ ഗൈസ്, നാരങ്ങ അച്ചാറാണ്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പായസം, നമ്മുടെ ഗോതമ്പ് പായസമൊക്കെ കൊണ്ടുവന്ന്. പിന്നെ ഒരു 아이고. 아, 터졌다. ചെറിയൊരു മാഗി നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒപ്പാക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ചാറ്, പിന്നെ ചമ്മന്തിപ്പൊടി ആയിട്ടുള്ള ഐറ്റംസ് ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇത് തന്നെ നമ്മുടെ വെയിറ്റ് അത്യാവശ്യം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. 25, ഒരു പെട്ടിൽ 25 കിലോ ഉണ്ടായിരുന്നു. നമുക്ക് 23 കിലോയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് അവരിങ്ങനെ സോപ്പ് ഇട്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് കൊണ്ടുവെക്കോളാൻ പറഞ്ഞു. 이거 엄마랑 다 하나씩 주려고. 그린 티는 차, 우리 그 녹차. 녹차 거기 갔을 때 거기서 산 거야, 엄마. 사람들이 직접 타서 말려서 이렇게 파는 거야. 직접 하는 것들. 이것도 발레해야지. 생기는 거예요. 건강에 아주 좋은 거예요, 엄마. 그거를 사왔어요, 우리가. 언니들 하나씩이라 엄마 아버지 또 하나씩. 건강에 아주 좋은 거예요, 엄마. 이거 이렇게 사왔어요. ഗൈസ്, തേനെല്ലിക്ക വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, തേനെല്ലിക്ക. ഇനി വേറൊരു കാര്യം ഞാൻ കൊണ്ടുവന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. പോയി 내 കറി ലീഫ് 어디 갔어? എൻ്റെ 무ringек까. 이거는 야채예요, 엄마. 이것도 엄청 건강에 좋은, 혈당에 좋은 야채인데, 근데 여기서 살서 엄마도 이거 처음 보는 거지, 이거 야채. 아, 무링가 알지, 엄마? 뭐인가? 무링가 이거예요, 엄마. 무링가 씨예요, 이거. 카레 만들어서 먹어요, 이거. 맛있어요, 이거. 모링가 씨 맛있어. 이거 무링가 씨예요, 엄마. 모링가 씨 맛있어. 어이구. ഏത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 고추도. ഗൈസ്, ഉണ്ടമുളക്. 향 너무 좋은 고추예요, 엄마. 운다물로 നല്ല മണമുണ്ട്. കറിയിൽ 그거 씹어야지 지금 빨리 바로. 커리나무야, 커리나무. 향긋해. കറിയിൽ നമ്മുടെ കറിവേപ്പിലയുടെ ഒരു തൈയുടെ കൊണ്ടുവന്നിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട് ഞാൻ. അയ്യോ പുഴുത്തുപോയി, എന്നാലും കുഴപ്പമില്ല. 우리 미사 살림꾼이야. 아유. 이거 뭐지? 마지막에 넣는데. 그래가지고. 열지마. 이거를 이제 닦아서 오일로 닦아서 이렇게 해야 되니까. 정말 기가 막히는데. 아니, 엄마 여기서 코코넛 살 수 있는데 닭이 거기 안 내서 이렇게 하는 거 너무 힘든 거야. 그래가지고 이거 원래 우리가 이렇게 이 부엌에다가 이렇게 굳혀서 이렇게 하는 거 있는데 그거는 한번 망가지면 어떻게 할 수 없어요. 여기서 ഞാൻ ആദ്യം ചെന്ന് ഈ നമ്മുടെ കറി ലീഫിനെ ഒന്ന് നട്ടുപിടിപ്പിക്കട്ടെ. 엄마 그러면 내가. ഗൈസ്, ഞാൻ കൊണ്ടുവന്ന കറി ലീഫ് ഉണ്ടല്ലോ, നമ്മുടെ കറിവേപ്പില നടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഓൾറെഡി മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ മരിച്ചില്ല, ഉണ്ട്, പക്ഷേ അങ്ങോട്ട് നല്ലതുപോലെ കായ്ക്കാത്ത പോലെ ഒരു ഫീലിങ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു തൈയുടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉമ്മ ഒന്ന് നട്ടു നോക്കട്ടെ. ഉമ്മ ചെടികളെല്ലാം നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണ്. അപ്പം ഉമ്മ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിക്കുമെങ്കിലോ നല്ലതുപോലെ. 이렇게 자빠져도 되나? ഗൈസ്, അങ്ങനെ ഉമ്മ നമ്മുടെ കറിവേപ്പില
ഏകദേശം എല്ലാം നട്ടു. ഇതിൽ എത്രണ്ണം പൊടിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കരിയാത്ത 2-3 മൂടുണ്ട്. അത് ചിലപ്പോൾ പൊടിക്കുമായിരിക്കും. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക് കട്ട് ചെയ്ത് ഫ്രീസറിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇടാമല്ലോ. ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒമ്മാക്കും ആബുജിക്കും തന്ന ഗിഫ്റ്റാണ്. അവർ ഇട്ടിട്ടുണ്ട്. 엄마 아버지 드리려고 어떤 구독자가 우리한테 준 거예요. 엄마. 감사합니다. 감사합니다. 먹어보세요, 엄마. 이거는 하니 구스베리예요. 엄청 딱딱한 그런 거 아니에요? 안에 씨 있지. 이거는 1년 동안 이렇게 쿨에다가 담아놓고 하는 거예요, 엄마. 먹는 거 아버지 이거. 맛있어. 맛있네. ഗൈസ്, ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ബോളിയാണ് കേട്ടോ. 이거 트완드럼에만 있는 거야. 막 눅두를 만드는 거야. 눅두 갈아서 살가루랑 이렇게 섞어서 이렇게 파라타처럼 이렇게 만드는 거예요. 어제는 엄청 따뜻했어요. 뭐 바로 만들어서 먹으면 진짜 맛있어요. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം ഞാൻ ഉമ്മാക്കും ആബുജിക്കും ഞാൻ കൊണ്ടുവന്ന ഫുഡെല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇഞ്ചിക്കറി ആട്ടോ ഉമ്മാക്ക് ആദ്യം കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ ഉമ്മാക്ക് ഇഞ്ചിക്കറിയെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ആബുജിക്ക് അതെന്തെന്ന് അറിയാനുള്ള ഭയങ്കര ആഗ്രഹം. ഞാൻ ഉമ്മാക്ക് ഒരു ചെറിയ ഒരു ഇതാട്ടോ കൊടുത്തത്, ഒരു സ്പൂണിൽ ചെറിയത്. അപ്പോൾ ഉമ്മാക്ക് അറിയത്തില്ലല്ലോ എത്രത്തോളമാണ് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ കാണാം ഉമ്മ ഉണ്ടല്ലോ ഒരു വലിയ സ്പൂണിൽ കോരിയിട്ട് ആബുജിക്ക് കൊടുത്തു. അപ്പോഴേ ആബുജി പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര പുളിപ്പ്, ഭയങ്കര എരി, ഭയങ്കര ഉപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ചെയ്തത് ചോറിൽ ഇങ്ങനെ കുഴച്ചാണ് കഴിക്കുന്നത്, അല്ലാതെ നമ്മൾ ഒരു സ്പൂൺ ഒറ്റയ്ക്ക് ഇങ്ങനെ കോരി കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു ആബുജിക്ക് അതിലെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അത് ഇഞ്ചിയാണ്, അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന പിക്കിളും പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ, ഫുഡ് ഐറ്റംസ് എല്ലാം ഇനി ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അല്ലാതെ ഞാൻ കൊണ്ടുവന്ന കുറേ സ്നാക്സ് ഐറ്റംസും പിന്നെ എന്തൊക്കെയോ ഞാൻ ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി, അതേപോലെ തന്നെ നമ്മുടെ നെത്തോലി മീൻ വറുത്തതുണ്ടല്ലോ, അങ്ങനെ ഐറ്റംസ്, പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഈ കറികൾ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. നമ്മൾ കൊറിയയിൽ നിന്നൊക്കെ ഇൻസ്റ്റൻറ്റ് ഫുഡ് വാങ്ങുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റൻറ്റ് ഫുഡ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ഒരു നാഗവല്ലിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓരോ ഐറ്റംസും ഉമ്മാക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്ക്. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ എന്താണെന്നറിയത്തില്ല, എനിക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിയത്. അങ്ങനെ ഉമ്മ നമ്മുടെ പിക്കിളൊക്കെ കഴിച്ച് നോക്കണം. ഉമ്മക്ക് പിക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്ന നാരങ്ങയുടെ പിക്കിളാണ് കൊണ്ടുവന്നത്. പിന്നെ മാങ്ങയുടെ പിക്കിൾ ഞാൻ നമ്മുടെ എന്താ പറയുക ബോട്ടിൽ കിട്ടുന്നുണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ ഉമ്മാക്ക് അതാട്ടോ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇനിയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇനി ഫ്രീസറിലോട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ ഉപയോഗിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസം വരെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്നത് ചൂരമീൻ പൊരിച്ചതാണ്. ഇവിടെ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ചൂരമീൻ നമുക്ക് ഇവർ എന്താ പറയുക പച്ചക്കല്ലേ ഈ ചില മീനൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതും ഫ്രോസൺ ആണ് അവരിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങി കറി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്താ പറയുക അത് വീട്ടിൽ നിന്ന് പൊരിച്ചു കൊണ്ടുവന്നു. പിന്നെ ബീഫ്, നമ്മുടെ നാടൻ ബീഫ് ഞാൻ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ കയറ്റുന്ന സമയത്തും നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കത്തില്ലല്ലോ. അപ്പോൾ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്
നമ്മൾ സിപ്പർ ബാഗിൽ ഞാനിങ്ങനെ കുറച്ച് നിരത്തിയാണ് വെക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് കട്ടായി പോയാൽ നമുക്ക് വേണ്ട ആവശ്യത്തിന് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഉമ്മ എന്നെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിയെ നോക്കിയേ. കുഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ മണമെല്ലാം കൂടെ അടിച്ചപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വരും, ഒപ്പാടെ അടുത്ത് പോകും, ഉമ്മാടെ അടുത്ത് പോകും. അങ്ങനെ വലിയ രീതിയിൽ കുഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുവാണ്. പിന്നെ നമ്മളെ കണ്ടതിൻ്റെ വലിയ സന്തോഷമുണ്ട് കുഞ്ഞിക്ക്. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുപാട് സാധനമൊന്നും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം വെയിറ്റ് മാനേജ് ചെയ്യണമല്ലോ. ഞാൻ ഏറ്റവും പ്രാവശ്യം ഞാൻ ഇത് വെയിറ്റ് കൂടുന്നതെന്ന് പറഞ്ഞാൽ അരി കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ട റൈസ് ഉണ്ടല്ലോ, അത് ഞാൻ പലതരത്തിലുള്ള അരി ഞാനിവിടെ നമ്മുടെ ഈ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കിയാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ മട്ട റൈസ് ഇതുവരെ എനിക്ക് എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ മട്ട റൈസ് വരുമ്പോൾ കൊണ്ടുവരും. അപ്പം ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു കാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, ടാറ്റാ.